പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സ് പറയുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും മനസ്സ് നമ്മളെ കബളിപ്പിക്കാറുണ്ട്, നമ്മളെ ട്രിക്ക് ചെയ്യാറുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യാറുണ്ട്. ആ ഒരു മനസ്സിനെ, ആ ഒരു ചിന്തകളെ നമുക്ക് തടയാൻ പറ്റിയില്ലെങ്കിലും അത് എപ്പോഴൊക്കെയാണ് എന്ന് അവെയർ ആവാൻ, അത് എപ്പോഴൊക്കെയാണ് മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അടിമപ്പെടുത്തുന്നത്, യുക്തിക്ക് മുകളിൽ വികാരങ്ങൾ അഴിഞ്ഞാടുന്നത് എപ്പോഴാണ് എന്ന് നിങ്ങളുടെ ആ ഒരു പാറ്റേൺ നിങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിരിക്കണം. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. മനസ്സ് എപ്പോഴൊക്കെയാണ് നിങ്ങൾ ട്രിക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് എക്സാമ്പിൾ. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്ന് വയ്ക്കുക, നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സ് കുറേ എക്സ്ക്യൂസസ് പറയും. നിങ്ങൾ പറയുമ്പോൾ സമയം 8:45 ആയുള്ളൂ, കൃത്യം 9 മണിയാകുമ്പോൾ തുടങ്ങാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തോന്നും, വെള്ളം കുടിച്ചിട്ട് വന്നിട്ടാവാം, ഭക്ഷണം കഴിച്ചിട്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരും. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങളിങ്ങനെ ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കും, പല എക്സ്ക്യൂസസ് ചെയ്യും. നിങ്ങൾ ആ ഒരു എക്സ്ക്യൂസുകളെ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുകയാണെങ്കിൽ, ആ മനസ്സ് പറയുന്ന നിർദ്ദേശങ്ങളിൽ നിങ്ങൾ വീണ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നാളെ തൊട്ട് എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, കൃത്യം കാലത്ത് എഴുന്നേറ്റ് ഞാൻ ഈ നാളെ തൊട്ട് എക്സസൈസ് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, ഇനി ഒരു മാസത്തേക്ക്, ഒരു കൊല്ലത്തേക്ക് ഞാൻ ഡെയിലി ചെയ്യും, എൻ്റെ ജീവിതം മാറ്റിമറിക്കും എന്നൊക്കെ നിങ്ങൾ തീരുമാനമെടുത്ത് തുടങ്ങി. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളെ മനസ്സ് പല കാര്യങ്ങൾ പറയും. ഇന്ന് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഇന്ന് എനിക്ക് വയ്യ. അതല്ലെങ്കിൽ നിങ്ങളെ മനസ്സ് പല കാര്യങ്ങളും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോൾ തൊട്ട് നിങ്ങൾ ഈ മനസ്സ് പറയുന്ന നിർദ്ദേശങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പുതിയ കാര്യങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, പുതിയ പല കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് മനസ്സങ്ങനെ പല ഡ്രാമകളും പല നിർദ്ദേശങ്ങളും പല പ്രവർത്തികളും ചെയ്യാനൊക്കെ മനസ്സ് ഇങ്ങനെ തരും. അതല്ലെങ്കിൽ പഴയ വിഷമകരമായ ഓർമ്മകൾ തിരിച്ച് കൊണ്ടുവരും. അന്ന് കുറച്ച് നേരം നീ ആ ഒരു പണ്ടത്തെ വിഷമകരമായ ഓർമ്മ നീ ഒന്ന് ചിന്തിക്കി. അതല്ലെങ്കിൽ അങ്ങനെ മനസ്സ് പല നാടകീയമായ പല കാര്യങ്ങളും ചെയ്യും. ഏത് മനസ്സാണ് മൂഡുകൾക്കും ഇമോഷനുകൾക്കും പെട്ടെന്ന് വീഴുന്ന മനസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരം അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോവാൻ നിങ്ങൾക്ക് വളരെ പ്രയാസമാണ്. ഇനി ഇതിനെയെല്ലാം എങ്ങനെ മറികടക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങളെ മനസ്സ് ഒരുക്കുന്ന ഈ ഡ്രാമാറ്റിക് ആകുന്ന, അതല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കുന്ന ആ ഒരു പാറ്റേണെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കണം. അതാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് അതിനെ ചിലപ്പോൾ തടയാൻ പറ്റില്ലായിരിക്കും. ചില സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ ചിലപ്പോൾ ദേഷ്യത്തെയോ നിങ്ങളുടെ ആ ഒരു വികാരങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് തടയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആ ഒരു പാറ്റേൺസിനെ പറ്റി, നിങ്ങളെ മനസ്സ് എപ്പോഴാണ് നിങ്ങൾ ചതിക്കുന്നതിനെ പറ്റി, ആ ഒരു ശീലങ്ങളെ പറ്റി, ആ ഒരു പ്രവർത്തികളെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കാൻ ഫസ്റ്റ് നോക്കാം. നിങ്ങൾ പുതിയൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പുതിയൊരു ശീലങ്ങൾ തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ, പുതിയൊരു സംഭവത്തിലേക്ക് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന സമയത്ത് മനസ്സിനെ സംബന്ധിച്ചോളം അതൊരു പുതിയൊരു കാര്യമാണ്. മനസ്സിനെ സംബന്ധിച്ചോളം അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പുതിയൊരു ഡിസിഷനാണ്. അപ്പം മനസ്സ് ശരീരത്തിൽ അത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. പലപ്പോഴും അങ്ങനെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവരും അതിനെ എസ്കേപ്പ് ചെയ്യാനും നോക്കാറ്. എസ്കേപ്പ് മീൻസ് പല രീതിയിൽ, ഇപ്പോൾ ഭക്ഷണശീലങ്ങളായിക്കോട്ടെ, അതിപ്പോൾ ഡ്രഗ്സ് ആയിക്കോട്ടെ, ഈവൻ പാട്ട് പോലും. നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ് വരുമ്പോൾ എങ്ങനെയും പോയി കുറച്ച് പാട്ട് കേൾക്കും, അല്ലെങ്കിൽ കുറച്ച് സിനിമ കാണും, ഭക്ഷണം കഴിക്കും. ഇതൊക്കെയും എസ്കേപ്പിസമാണ്. ഓരോരുത്തർക്കും പല രീതിയിലാണ് എസ്കേപ്പിസം. ഇപ്പോൾ എസ്കേപ്പിസം ചെറിയ രീതിയിലൊക്കെ നല്ലതാണ്. പക്ഷെ എപ്പോഴും നിങ്ങളിങ്ങനെ എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കും നിങ്ങളെ ഒരു വേർഷനിലേക്ക്, പുതിയൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊക്കെയാണ് പാറ്റേൺസ്, നിങ്ങളെ എസ്കേപ്പ് ചെയ്യുന്ന പാറ്റേൺസ്, നിങ്ങളെ മനസ്സ് നിങ്ങളെ കബളിപ്പിക്കുന്ന പാറ്റേൺസ്. അതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായി അവെയർ ആകുക. എവിടൊക്കെയാണ് നിങ്ങളെ മനസ്സ് എസ്കേപ്പ് ചെയ്യുക, എപ്പോഴൊക്കെയാണ് ഞാൻ കൂടുതൽ ഡ്രാമാറ്റിക് ആവുക, വികാരങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യുന്നത്, എന്തൊക്കെ ശീലങ്ങളാണ് എന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനെപ്പറ്റി കൃത്യമായി നിങ്ങൾ വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക. എന്തൊക്കെയാണ് എൻ്റെ ശീലങ്ങൾ, എൻ്റെ അങ്ങനത്തെ പ്രവർത്തികൾ എന്തെന്ന് എഴുതി കൃത്യമായി അതിനെപ്പറ്റി അവെയർ ആവുക. ദാറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിനെ അതിശക്തമായി നിങ്ങൾ ചില തോട്ട്സിനെ ഒന്നും നിങ്ങൾ തടയാൻ നിൽക്കരുത്. കാരണം മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ വാട്ട് യു റെസിസ്റ്റ് ദാറ്റ് യു പ്രസിസ്റ്റ്. നിങ്ങൾ എന്തിനെ തടയാൻ നോക്കുന്നു അത് ശക്തമാക്കും.
അത് തോട്ട്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിക്കരുതെന്ന് വിചാരിക്കുന്നോ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങളെ മനസ്സ് നിങ്ങളിലേക്ക് തരും. അപ്പോൾ മനസ്സെന്ന് പറഞ്ഞാൽ അത്ര മൂർച്ചയുള്ള ഒരു ആയുധമാണ്, നമുക്ക് കിട്ടിയ ഏറ്റവും ശക്തമാകുന്ന ആയുധമാണ്. അതിനെ നിങ്ങൾ പഠിച്ച് ബോധ്യത്തോടെ നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ആയുധം നിങ്ങൾക്ക് എല്ലാം കൊണ്ടുതരും. മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആയുധം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ആ ഒരു ആയുധം ശക്തമാകുന്ന ആ ഒരു മൂർച്ചയുള്ള ആയുധം നിങ്ങളെ തന്നെ മുറിവേക്കും. നിങ്ങളിൽ തന്നെ അത് തകർച്ചകൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളെ മനസ്സ് ഫോളോ ചെയ്യാൻ രീതിയിലാക്കിയിരിക്കണം. അവിടെയാണ് ഈ കൺസിസ്റ്റൻസിയുടെയും ഡിസിപ്ലിൻ്റെയും ഇമ്പോർട്ടൻസ് കടന്നു വരുന്നത്. ഡിസിപ്ലിൻ ഒരു വലിയ ഘടകമാണ്. കാരണം ഇന്ന് പലർക്കും പലതും അറിയാം. ഇന്നിപ്പോൾ ഫോൺ വഴി ഇപ്പോൾ നിങ്ങളെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, മനസ്സ് വഴി എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ പലതും നേടാം, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം, അങ്ങനെ നോളജ് ഇന്ന് സുലഭമാണ്. പക്ഷേ ഇവയെല്ലാം പ്രാക്ടിക്കലായി എത്ര പേർ കൃത്യമായി ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്, കൃത്യമായി ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. കൺസിസ്റ്റൻസി ഇല്ലായ്മ അല്ലെങ്കിൽ ഡിസിപ്ലിനോടെ ഇതെല്ലാം ഫോളോ ചെയ്യുന്നവർ വളരെ വിരളമാണ്. ഇങ്ങനെ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ കൃത്യമായി പല മേഖലകളിലും അവർ സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളെ മനസ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നാളെ തൊട്ട് കൃത്യം 6 മണിക്ക് ഞാൻ എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ഇത്ര നേരം വർക്ക് ചെയ്യും, അതല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ഇത്ര നേരം ഞാൻ പഠിക്കും എന്ന് നിങ്ങളോട് കമ്മിറ്റ് ചെയ്യുക. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ സന്തോഷത്തിനും സങ്കടത്തിനും ഇമോഷൻസിനും കണക്റ്റഡ് ആയിട്ടില്ല. നിങ്ങൾ എന്ത് തന്നെ സാഹചര്യം വന്നാലും എന്ത് തന്നെ വന്നാലും നിങ്ങളത് ചെയ്യുമെന്ന് നിങ്ങളോട് തന്നെ അതിശക്തമായി പ്രോമിസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ തന്നെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് നിങ്ങളെ മനസ്സിൻ്റെ നിങ്ങളെ പാറ്റേൺസിനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് അവെയർ ചെയ്ത് വരുന്നൊരു 10, 21, 40, 90 ദിവസം ആ ഒരു കാര്യത്തെ അത്ര കമ്മിറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക. കാരണം നിങ്ങളെ മനസ്സ് ഒരു 10, 21 കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുക. പിന്നെ ആ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായി തുടങ്ങും. പിന്നെ നിങ്ങൾ പോലും എഫർട്ട് എടുക്കാതെ നിങ്ങളെ മനസ്സ് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി, ആ ഒരു പുതിയ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. ആ ഒരു മൂമെന്റ് വരെ, ആ ഒരു റെസിസ്റ്റൻസ് കഴിയുന്നത് വരെ, ആ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് കഴിയുന്നത് വരെ നിങ്ങളെ നിർബന്ധമായും ഫോഴ്സ് ചെയ്ത് നിങ്ങൾ അവിടെ എത്തിക്കുക. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ സാധിച്ചാൽ, ഇപ്പോൾ കാലത്ത് കൃത്യസമയത്ത് എഴുന്നേറ്റ് കൃത്യസമയത്ത് കിടന്നുറങ്ങണത് തന്നെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണത്, അങ്ങനെ ചെറിയ ചെറിയ നിങ്ങളെ മനസ്സിനോട് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുന്നത് നിങ്ങളെ മനസ്സ് കേൾക്കാൻ രീതിയിൽ ചെറിയ ചെറിയ ശീലങ്ങൾ, ചെറിയ ചെറിയ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. പോകെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ മനസ്സ് കേട്ടു തുടങ്ങുന്ന ഒരു അവസ്ഥയിലെത്തും. അതുവരെ നിങ്ങളെ മനസ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെ മനസ്സ് അതിന് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ വീഡിയോ അത്രയും ഉള്ളൂ. ഇപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വാലിറ്റി എന്ന് തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്.